പത്തരമാറ്റിന്റെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബിയുടെ കുഞ്ഞാണ് ചന്തുമോൾ എന്ന സംശയം നവ്യയ്ക്ക് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ നവ്യയ്ക്ക് സംശയം ബലപ്പെടുകയും അങ്ങനെ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ സഹായിക്കുമോ എന്ന് നവ്യ ഡേവിഡിനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഡേവിഡിനോട് ആശ്രയിക്കുകയാണ്. അങ്ങനെ ഡേവിഡ് പറഞ്ഞതുപോലെ തന്നെ അബിയുടെയും ചന്തുമോളുടെയും മുടി കളക്ട് ചെയ്യുകയാണ് നവ്യ. അങ്ങനെ ആ സാമ്പിൾ DNA ടെസ്റ്റിനായി അയക്കുകയും ചെയ്യുകയാണ്. ഡേവിഡ് നാഗേന്ദ്രന് വലിയ രീതിയിൽ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അബിയുടെ അച്ഛനാണ് നാഗേന്ദ്രൻ എന്നതുകൊണ്ടും അബിയുടെ ജീവിതം തകർക്കാൻ നാഗേന്ദ്രൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഡേവിഡ് നവ്യയുടെ മുന്നിൽ നന്നായി അഭിനയിക്കുന്നുണ്ട്. നവ്യയാണെങ്കിൽ അതെല്ലാം വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നവ്യയ്ക്ക് ഡേവിഡ് വലിയ രീതിയിൽ തന്നെ സംശയം തോന്നുകയാണ്. എന്തായാലും നാഗേന്ദ്രനെ കാണണം, തന്നെ എന്തിനാണ് ചതിച്ചതെന്ന് ചോദിക്കണം എന്ന് കരുതിക്കൊണ്ട് നവ്യ ദേഷ്യത്തോടു കൂടി ഏഞ്ചലറിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഓഫീസിലേക്ക് വരുന്ന സമയത്ത് ഡേവിഡ് ആരോട് സംസാരിക്കുന്നത് നവ്യ കാണുകയാണ്. മറ്റാരോടും ആയിരുന്നില്ല, നാഗേന്ദ്രനോടായിരുന്നു. അങ്ങനെ ആ സമയത്ത് അബിയെ കുറിച്ചും അനന്തപുരിയിലെയും കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നവ്യ ചിന്തിക്കുന്നുണ്ട്, ഈ ഡേവിഡ് സാർ ആരോടാണ് ഈ സംസാരിക്കുന്നത്? എന്നെ കുറിച്ചും അബിയെ കുറിച്ചുമാണല്ലോ പറയുന്നത്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട്. എന്തായിരിക്കും ഇയാൾ സംസാരിക്കുന്നത്? ഇനി ഇയാൾ എന്നെ ചതിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നവ്യ അവർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അങ്ങനെ നവ്യയ്ക്ക് അബിയെ കുറിച്ചുള്ള സംശയം ഡേവിഡ് നാഗേന്ദ്രനോട് പറയുന്നുണ്ട്. നവ്യയ്ക്ക് ചന്തുമോൾ അബിയുടെ കുഞ്ഞാണെന്ന് നല്ല സംശയമുണ്ട്. അങ്ങനെ DNA ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവൾ എൻ്റെ സഹായം ചോദിച്ചിരുന്നു. പക്ഷെ സാറിൻ്റെ മകനായതുകൊണ്ട് തന്നെ ഞാൻ അവനെ രക്ഷിക്കുകയായിരുന്നു. അതുമാത്രമല്ല, സത്യങ്ങളിൽ അവൾ അറിഞ്ഞാൽ നമ്മുടെ പ്ലാനൊന്നും നടക്കില്ല. ആ ചന്തുമോൾ അബിയുടെ കുഞ്ഞു തന്നെയാണ്. പക്ഷെ സത്യം ഞാൻ അവളോട് തുറന്നു പറഞ്ഞില്ല. അത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. നീ അവളോട് ഒരിക്കലും സത്യങ്ങൾ പറയരുത്. സത്യങ്ങളിൽ അവൾ അറിഞ്ഞാൽ അവർ തമ്മിലുള്ള ബന്ധം പിരിയുന്നതല്ല. പിന്നെ അബി അനന്തപുരിയിൽ നിന്ന് പുറത്താകും. പിന്നെ അവിടെ നിന്ന് ഒരു അവകാശവും കിട്ടില്ല എന്നോർത്ത് മാത്രമാണ് എന്ന് നാഗേന്ദ്രൻ പറയുകയാണ്. അങ്ങനെ നവ്യ ചിന്തിക്കുന്നുണ്ട്, ഈ ഡേവിഡ് ആരോടാണ് ഈ സംസാരിക്കുന്നത്? എന്തായാലും ചന്തുമോൾ അബിയുടെ കുഞ്ഞ് തന്നെയാണ്. ആ സത്യം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ നവ്യ പൊട്ടിക്കരയുന്നുണ്ട്. വെറുതെ ആദർശേട്ടനെ ഞാൻ സംശയിച്ചു. അപ്പോൾ എല്ലാവർക്കും സത്യം അറിയാവുന്ന കാര്യമാണ്. തൻ്റെ ജീവിതം സേഫ് ആകാൻ വേണ്ടിയിട്ടാണ് അവരാരും തന്നോട് പറയാതിരുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ് നവ്യ. ഇനി എന്തായാലും സത്യങ്ങൾ അറിഞ്ഞു. ഇനി ഒരിക്കലും അബിയെ വെറുതെ വിടില്ല. അവന് നല്ലൊരു പണി തന്നെ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ നവ്യ മനസ്സിൽ ചിന്തിക്കുക.